നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്ര സാമഗ്രികൾ എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് കേരളത്തിലെ കൃതികളെ പറ്റിയിട്ട്, അതായത് ആദ്യകാല കൃതികളെ പറ്റിയിട്ട് ശ്രീധര മേനോന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അധ്യായം 2 കൊടുത്തിട്ടുണ്ട്. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്കിപ്പോൾ മൊത്തത്തിൽ നോക്കാൻ നേരമില്ലാത്തത് കൊണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് എക്സാം നടക്കുന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വൺ വേർഡ് പോയിന്റിൽ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. അപ്പം ഈ ഒരു ക്ലാസ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരാം പിന്നീട്. ഇപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ കൊടുത്തിട്ടുള്ള മേഖലയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യമാണ്, കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശമുള്ള കൃതി ഏതാണ്? അതായത് ഏതോ ഒരു പഴയ കൃതിക്കകത്ത് കേരളത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഏറ്റവും പഴയ കൃതി കേരളത്തെ പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. ആ കൃതിയുടെ പേരാണ് ഐതരേയാരണ്യകം. ഐതരേയാരണ്യകം. കേരളത്തെ കുറിച്ച് പരാമർശമുള്ള രാമായണത്തിലെ ഭാഗം ഏതാണ്? കിഷ്കിന്ധാകാന്ഡം. അപ്പൊ കേരളത്തെ കുറിച്ച് പരാമർശമുള്ള രാമായണത്തിലെ ഭാഗം ചോദിക്കുവാണെങ്കിൽ കിഷ്കിന്ധാകാന്ഡവും, ഏറ്റവും പഴയ കൃതി ഏതാണ് കേരളത്തെ പറ്റി പറയുന്നത്? ഐതരേയാരണ്യകവുമാണ്. കേരള പരാമർശം ഉള്ളതും കാലം നിർണയിച്ചിട്ടുള്ളതുമായ ഏറ്റവും പ്രാചീന രചനയായ വാർത്തികം രചിച്ചത് കാർത്യായനനാണ്. ഇത് കമന്ററി രൂപത്തിലുള്ള ഒരു കൃതിയാണ് കാർത്യായനന്റെ. അപ്പം വാർത്തികം എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കൃതിയുടെ പേര്. കേരള പരാമർശമുള്ളതും കാലം നിർണയിച്ചിട്ടുള്ളതുമായ ഏറ്റവും പ്രാചീന രചനയാണ് വാർത്തികം. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് സെക്കൻഡ് അധ്യായത്തിൽ ഉണ്ട് കേട്ടോ. പെരിയാറിനെ ചൂർണി എന്ന പേരിൽ പരാമർശിച്ചിരിക്കുന്ന ചാണക്യന്റെ രചനയാണ് അർത്ഥശാസ്ത്രം. പെരിയാറിനെ ചൂർണി എന്ന പേരിൽ അറിയപ്പെടാറുണ്ട് അല്ലെ പുരാതന കാലത്ത്. അങ്ങനെ പരാമർശിച്ചിരിക്കുന്ന ചാണക്യന്റെ രചനയാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പ്രതിപാദിക്കുന്നത്? രഘുവംശം എന്ന് പറയുന്ന കാളിദാസന്റെ കൃതിയാണ് കേരളവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥയെ പ്രതിപാദിക്കുന്നത്. പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം ഉണ്ടായ കഥയില്ലേ അത്. അടുത്തത്, മൂഷക വംശം രചിച്ച അതുലൻ ജീവിച്ചിരുന്ന നൂറ്റാണ്ട് ഏതാണ്? 11-ാം നൂറ്റാണ്ടാണ്. മൂഷക വംശം ആരാണ് രചിച്ചിരിക്കുന്നത്? അതുലൻ. ജീവിച്ചിരുന്ന നൂറ്റാണ്ട് 11. മൂഷക വംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കോലത്തുംനാട് എന്ന് പറയുന്നത്. കോലത്തുനാടിനെ പറ്റിയിട്ടാണ് മൂഷക വംശത്തിൽ പരാമർശിക്കപ്പെടുന്നത്. കേരളമാണ് പരാമർശിക്കുന്നത്. ഏത് പ്രദേശം? കോലത്ത് നാട്. അടുത്ത, തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദേശ കാവ്യമാണ് ചാതക സന്ദേശം. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതിനെ പറ്റിയിട്ട് പരാമർശിക്കുന്ന ഒരു സന്ദേശ കാവ്യമുണ്ട്. അതേതാണ്? ചാതക സന്ദേശം. നെക്സ്റ്റ് നോക്കാം, തിരുവനന്തപുരത്ത് നിന്നും മലബാറിലെ കോട്ടക്കലിലേക്ക് ഭ്രമരത്തെ സന്ദേശവുമായി അയക്കുന്ന ഉള്ളടക്കമുള്ള ഭ്രമര സന്ദേശം രചിച്ചത് വാസുദേവനാണ്. തിരുവനന്തപുരത്തിൽ നിന്നും മലബാറിലേക്ക് മലബാറിലെ കോട്ടക്കലിലേക്ക് ഭ്രമരത്തെ സന്ദേശവുമായി അയക്കുന്ന ഉള്ളടക്കമുള്ള ഭ്രമര സന്ദേശം ആരുടെയാണ്? വാസുദേവന്റെ ആണ്. നെക്സ്റ്റ്, മാമാങ്കത്തെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് മാമാങ്കം കിളിപ്പാട്ട്. ഇത് രചിച്ചത് ആരാണ്? സാമൂതിരിയുടെ സദസ്യനാണ് കാടാഞ്ചേരി നമ്പൂതിരി. മാമാങ്കത്തെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന കൃതി ഏതാ? മാമാങ്കം കിളിപ്പാട്ട്. ഇത് രചിച്ചത് നമ്മുടെ സാമൂതിരിയിലെ കോഴിക്കോട് സാമൂതിരി, അദ്ദേഹത്തിന്റെ സദസ്യനായ കാടാഞ്ചേരി നമ്പൂതിരി ആയിരുന്നു. നെക്സ്റ്റ്, 10 ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള പ്രകീർണനം തുടങ്ങിയ സംഘകാല കൃതിയായ പതിറ്റുപത്ത് ക്രോഡീകരിച്ചത് ആരാണ്? കപിലരാണ്. പതിറ്റുപത്ത് കേട്ടിട്ടുണ്ടല്ലോ. 10 ചേര രാജാക്കന്മാരെ കുറിച്ചുള്ള പ്രകീർത്തനം അടങ്ങിയിട്ടുള്ള സംഘകാലത്തിലെ ഒരു കൃതിയാണ് പതിറ്റുപത്ത്. ഇത് ക്രോഡീകരിച്ചത് ആരാണ്? കപിലർ. നെക്സ്റ്റ്, ദേവദാസി സമ്പ്രദായത്തെ കുറിച്ചുള്ള പരാമർശമടങ്ങിയ അച്ചി ചരിതമാണ് ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതം. ഒരു കേരളീയൻ രചിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമാണ് തുഫ്ഹത്തുൽ മുജാഹുദ്ദീൻ. ഇതിപ്പോ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. തുഹഫത്തുൽ മുജാഹുദ്ദീൻ എന്ന് പറയുന്നത് ഒരു കേരളീയൻ രചിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമാണ്. ഒരു കേരളീയൻ രചിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥം പഠിച്ചു വെക്കുക കേട്ടോ. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം നടത്തി ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹുദ്ദീൻ. അപ്പം ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? ഒരു കേരളീയൻ രചിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹിദീൻ. ആരാ എഴുതിയത്? പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം നടത്തി ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥമാണ് തുഹഫത്തുൽ മുജാഹിദീൻ.
തൂഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം ഗ്രന്ഥകാരൻ സമർപ്പിച്ചത് ബീജാപ്പൂർ സുൽത്താനാണ്. അതായത് എക്സാക്ട് ഏത് സുൽത്താൻ ആണെന്ന് ചോദിക്കുവാണെങ്കിൽ അലി ആ ദിൽഷാ ഫസ്റ്റ്. തൂഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകത്തിന് 4 പാർട്ടാണുള്ളത്. ഈ പുസ്തകത്തിന്റെ പേരിനർത്ഥം എന്താണ്? പോരാളികൾക്കുള്ള സമ്മാനം. പോരാളികൾക്കുള്ള സമ്മാനം. വേണാട് ചരിത്രം പ്രതിപാദിക്കുന്ന ഉള്ളൂരിന്റെ മഹാകാവ്യം ഏതാ? ഉമാകേരളമാണ്. വേണാട് നമ്മൾ പറഞ്ഞു പണ്ടത്തെ കൊല്ലം, ഇപ്പോഴത്തെ കൊല്ലമാണ് വേണാട്. അപ്പൊ അതിനെ പറ്റിയിട്ട് അതിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളം. കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ എന്ന പേരിൽ തുഹഫത്തുൽ മുജാഹിദീൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? വേലായുധൻ പണിക്കശ്ശേരി. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് MJ റോളൻസൺ ആണ്. അപ്പൊ ഈ തുഹഫത്തുൽ മുജാഹിദീൻ ഇപ്പൊ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് പഠിച്ചിട്ട് പോണം. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം നടത്തി ഷൈഖ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥമാണിത്. പിന്നെ ഓർക്കേണ്ടത് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോ പേരെന്താണ്? 15 കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ. ആരാ അത് മാറ്റിയത്? വേലായുധൻ പണിക്കശ്ശേരി. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ MJ റോളൻസൺ. നെക്സ്റ്റ് പോയിന്റ് ആണ് ആദ്യകാല തിരുവിതാംകൂർ ചരിത്രം, എ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ഏർലിയസ്റ്റ് ടൈംസ് എന്നാണ് ഇംഗ്ലീഷ് പേര്. അപ്പം ആദ്യ കാലഘട്ടം മുതലുള്ള ട്രാവൻകൂറിന്റെ ചരിത്രം എന്ന തിരുവിതാംകൂർ ദിവാൻ P ശങ്കുണ്ണി മേനോന്റെ ഗ്രന്ഥം പ്രസിദ്ധീകൃതമായ വർഷം. അപ്പൊ അത് ആരെഴുതിയതാണ്? ദിവാൻ P ശങ്കുണ്ണി മേനോൻ. എഴുതിയത് എന്നാണ്? 1878. അതായത് പ്രസിദ്ധീകരിച്ച വർഷമാണ് കേട്ടോ. ഹിസ്റ്ററി ഫ്രം ഏർലിയസ്റ്റ് ടൈംസ്. ഓക്കെ. അടുത്ത മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ബാലമാർത്താണ്ഡ വിജയം രചിച്ചത് ദേവരാജനാണ്. ദേവരാജൻ. മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനത്തെ പരാമർശിക്കുന്ന ബാലമാർത്താണ്ഡ വിജയം രചിച്ചത് ദേവരാജനാണ്. നെക്സ്റ്റ് നോക്കാം. ധർമ്മരാജാവിനെ പ്രകീർത്തിച്ച് ബാലരാമവർമ്മ മയശോഭൂഷണം രചിച്ചത് സദാശിവ ദീക്ഷിതരാണ്. ധർമ്മരാജാവിനെ പ്രകീർത്തിച്ച് ബാലരാമവർമ്മ വർമ്മയ ശോഭൂഷണം, കേട്ടോ, അത് ഒറ്റ വാർഡാണ്, രചിച്ചത് സദാശിവ ദീക്ഷിതരാണ്. ധർമ്മരാജാവിനെ പുകഴ്ത്തുന്ന വഞ്ചി മഹാരാജസ്തവം രചിച്ചത് അശ്വതി തിരുനാളും. ദിവാൻ വെറ്റി എന്ന് തെക്കൻ പാട്ടിൽ പ്രകീർത്തിക്കപ്പെടുന്ന തിരുവിതാംകൂർ ദിവാനാണ് രാജ കേശവദാസൻ. ഇതെല്ലാം ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ പോയിന്റ്സ് ആണ് കേട്ടോ. പുതുവാദപ്പാട്ട് എന്ന തെക്കൻ പാട്ടിൽ ആരുടെ വീരകഥയാണുള്ളത്? കോട്ടയം കേരളവർമ്മയുടെ പുതുവാദപ്പാട്ട്. ഇത് തെക്കൻ പാട്ടാണ്. ആരെ പറ്റിയിട്ടാ? കോട്ടയം കേരളവർമ്മയെ പറ്റി. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരാണ്? വി നാഗമയ്യ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് വി നാഗമയ്യ. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗൻ. സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് വി നാഗമയ്യ. നെക്സ്റ്റ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആരാ? സി അച്യുത മേനോൻ ആണ് കേട്ടോ. സി അച്യുത മേനോൻ. നെക്സ്റ്റ് രാജരത്നാവലീയം ചമ്പ് കൃതികളില്ലേ, അത് രചിച്ചത് രാജരത്നാവലീയം ചമ്പ് രചിച്ചത് നാരായണനും. ദേവനാരായണ പ്രശസ്തി, മാനവിക്രമ പ്രശസ്തി എന്നിവ രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. ദേവനാരായണ പ്രശസ്തി, മാനവിക്രമ പ്രശസ്തി എന്നിവ രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. മുഹ്യുദ്ദീൻ മാല എന്ന അറബി മലയാളം കൃതി ചോദിച്ചിട്ടുണ്ട്. മുഹ്യുദ്ദീൻ മാല എന്ന അറബി മലയാളം കൃതി രചിച്ചത് ഖാസി മുഹമ്മദ് ആണ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനകത്ത് പലതും ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കേരളത്തിലെ പെരുമാക്കന്മാർ എന്ന പുസ്തകം രചിച്ചത് MGS നാരായണൻ. അടുത്ത ശാസനങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. ശാസനങ്ങളും ചേപ്പാടുകളും. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ശാസനം ഏത് ചക്രവർത്തിയുടേതാണ്? അശോകന്റെയാണ്. നെക്സ്റ്റ് ശാസനങ്ങളും ചേപ്പാടുകളുമാണ്. കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ശാസനം ഏത് ചക്രവർത്തിയുടേതാണ്? അശോകന്റെയാണ്. അശോക ചക്രവർത്തിയുടെ എത്രാം ശിലാശാസനത്തിനാണ് കേരളത്തെ കുറിച്ച് പറയുന്നത്? 2ാം ശാസനവും 13ാം ശാസനത്തിലും കേരളത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇവിടെ വാഴപ്പള്ളി ശാസനത്തെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചോദിക്കുന്നതാണ്. ചേര രാജാക്കന്മാരുടേതായി കേരളത്തിൽ നിന്നും ലഭിച്ച ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തിലെ, അതായത് രാജാക്കന്മാരുടേതായിട്ട് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ട് ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. ഇത് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ തൃക്കാക്കര ശാസനം എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പഴയത് തൃക്കാക്കര ശാസനമാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഏറ്റവും പഴക്കമേറിയത് വാഴപ്പള്ളിയാണ് കേട്ടോ. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് രാജശേഖരവർമ്മൻ. ഓം നമഃശിവായ എന്ന് തുടങ്ങുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം.
മലയാള ലിപി കാണപ്പെടുന്ന ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനമാണ്. പരമേശ്വര ഭട്ടാരകൻ എന്ന വാഴപ്പള്ളി ശാസനത്തിൽ പരാമർശിക്കപ്പെടുന്നത് അന്നത്തെ രാജാവായിരുന്ന രാജശേഖര വർമ്മനെ പറ്റിയിട്ടാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. തൃക്കൊടിത്താനം ശാസനവുമായി ബന്ധപ്പെട്ട ഭരണാധികാരിയാണ് ഭാസ്കര രവി എന്ന് പറയുന്നത്. അടുത്ത കൊല്ലൂർ മഠം ചേപ്പാടുമായി ബന്ധപ്പെട്ട രാജാവ് വീര ഉദയ മാർത്താണ്ഡ വർമ്മ. മാമ്പള്ളി ശാസനത്തിൽ പരാമർശിക്കുന്ന വേണാട് രാജാവ് ശ്രീ വല്ലഭൻ കോത. മാമ്പള്ളി ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൊല്ലവർഷം 149. അപ്പൊ ശാസനം അങ്ങനെ ചോദിച്ചു കാണാറില്ല, എങ്കിലും ഒന്ന് ഓടിച്ചിട്ട് നോക്കുന്നത് നന്നായിരിക്കും. ഇത് ആ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് എല്ലാം തന്നെ ഇവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത മാമ്പള്ളി ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൊല്ലവർഷം 149. AD 1225 സിറിയൻ ക്രിസ്ത്യൻ താമ്രശാസനവുമായി ബന്ധപ്പെട്ട പെരുമ്പടപ്പ് രാജാവാണ് വീരരാഘവൻ. വിക്രമാദിത്യ വരഗുണന്റെ ശാസനത്തിന്റെ പേര് പാലിയം ശാസനം. എന്നാൽ അത് AD 925. ഏത് ബുദ്ധക്ഷേത്രത്തിന് വരഗുണൻ സ്വത്ത് ദാനം ചെയ്തതിനെ കുറിച്ചാണ് പാലിയം ശാസനത്തിൽ പ്രതിപാദിക്കുന്നത്? ശ്രീമൂലവാസം. 1000 രാജാക്കന്മാർ യാദവ വംശത്തിൽ പിറന്നവരാണ് എന്ന് പറയുന്ന ശാസനമാണ് പാലിയം ശാസനം. കോട്ടയം സിറിയൻ ക്രിസ്ത്യാനി പള്ളിയിലും തിരുവല്ല മർത്തോമ പള്ളിയിലുമായി സൂക്ഷിച്ചിരിക്കുന്ന ചെപ്പേടുകളാണ് കോട്ടയം ചെപ്പേടുകൾ അല്ലെങ്കിൽ തരിസാപ്പള്ളി ശാസനം. സ്ഥാണു രവിവർമ്മന്റെ 5ാം ഭരണവർഷത്തിൽ അയ്യനടികൾ തിരുവടികൾ നൽകിയ ചെമ്പു ഫലകമായിരുന്നു തരിസാപ്പള്ളി ശാസനം. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വർഷം AD 849. ഇത് പുറപ്പെടുവിച്ചത് അയ്യനടികൾ തിരുവടികളാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ശാസനം ഇത് തന്നെയാണ്. മേനിപ്പൊന്ന്, പൊലിപ്പൊന്ന് തുടങ്ങിയ നികുതികൾ പിരിച്ചിരുന്നതായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. വേണാട് രാജാക്കന്മാരുടേതായിട്ട് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ശാസനവും തരിസാപ്പള്ളി ചെപ്പേടാണ്. തീയതി കൃത്യമായി കണ്ടുപിടിച്ച ആദ്യത്തെ പ്രധാന കേരള ശാസനവും തരിസാപ്പള്ളി ശാസനം. കേരളത്തിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തെ പറ്റിയിട്ടും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ തരിസാപ്പള്ളി ശാസനം ഇമ്പോർട്ടന്റ് ആണ്. ദേവദാസി സമ്പ്രദായത്തെ കുറിച്ച് പരാമർശിക്കുന്ന ചോക്കൂർ ശാസനവുമായി ബന്ധപ്പെട്ട രാജാവാണ് ഗോദരവി. കോഴിക്കോട്ടെ ചോക്കൂർ ശാസനത്തിന്റെ കാലമാണ് AD 932. ഭാസ്കര രവിവർമ്മൻ ഒന്നാമനുമായി ബന്ധപ്പെട്ട ശാസനം ജൂതശാസനമാണ്. 1000 AD-യിലാണത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നും കണ്ടെത്തിയ ചെപ്പേടാണ് തിരുവെള്ളനന്നൂർ ചെപ്പേട്. രാജേന്ദ്ര ചോളന്റെ വിഴിഞ്ഞം ആക്രമണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം തിരുവിലങ്ങാട് ശാസനം. പുലാപ്പേടി, മണ്ണാപ്പേടി എന്നിവ നിരോധിച്ച ശാസനം തിരുവിതാംകോട് ശാസനം. അത് ഇമ്പോർട്ടന്റ് ആണ്. പുലാപ്പേടി, മണ്ണാപ്പേടി നിരോധിച്ച ശാസനം തിരുവിതാംകൂട് ശാസനം. തിരുവിതാംകൂട് ശിലാശാസനം പുറപ്പെടുവിച്ചതാരാ? കോട്ടയം കേരളവർമ്മയാണ്. ഹജൂർ ശാസനം പുറപ്പെടുവിച്ച ആയി രാജാവാണ് കരുനന്ദടക്കൻ. അപ്പൊ പേരൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എങ്കിലും പേരൊക്കെ പഠിക്കാനും പാടാം. അടുത്ത വിദേശികളുടെ കൃതികളാണ്. ഇത് മിക്കതും ചോദിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് നോക്കാം. 3-ാം നൂറ്റാണ്ടിലെ ചരിത്രരേഖകളായ പ്യൂട്ടിങ്കർ പട്ടികകളിൽ കേരളവും ഏത് പ്രദേശവും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിലെ ചരിത്രരേഖകളായ പ്യൂട്ടിങ്കർ പട്ടികകളിൽ അന്ന് റോമും കേരളവും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കേരളത്തെ കുറിച്ച് പരാമർശമുള്ള ഗ്രീക്ക് കൃതിയായ ഇൻഡിക്ക രചിച്ചതാരാണ്? മെഗസ്തനിസ് ആണ്. കേരളത്തെ ചേർമേ എന്ന് പരാമർശിച്ചിരിക്കുന്നത് ഇൻഡിക്ക എന്നാണ് കേട്ടോ. ഇൻഡിക്ക എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിലാണ്. കേരളത്തിലെ ക്രിസ്തു മതത്തെക്കുറിച്ച് തെളിവ് നൽകിയ ആദ്യത്തെ വിദേശ സഞ്ചാരിയാണ് കോസ്മോസ് ഇൻഡിക്കോ പ്ലൂസ്റ്റസ്. അടുത്ത കേരളത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ ആദ്യത്തെ അറബി സഞ്ചാരി സുലൈമാൻ ആണ്. കേരളത്തെക്കുറിച്ച് വിവരം നൽകിയ അറബികളിൽ പ്രമുഖൻ ആരാണെന്ന് ചോദിച്ചാലും സുലൈമാൻ ആണ്. സുലൈമാൻ കേരളം സന്ദർശിച്ചപ്പോൾ ചൈനീസ് വ്യാപാരത്തിന്റെ കേന്ദ്രമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം ഏതായിരുന്നു? കൊല്ലമാണ്. കൊച്ചിയെക്കുറിച്ച് ആദ്യമായി എഴുതിയ വിദേശ ലേഖകനാണ് മാഹ്വാൻ. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ പുസ്തകമായ മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ രചിച്ചത് ഫ്രയർ ജോർഡാനുസ്. കേരളത്തിൽ എവിടെയാണ് ഫ്രയർ ജോർഡാനുസ് ബിഷപ്പായി സേവനമനുഷ്ഠിച്ചത്? കൊല്ലത്താണ് കേട്ടോ. പുലാപ്പേടി, മണ്ണാപ്പേടി എന്നിവയെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി ബാർബോസ. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഹിസ്റ്റോറിക്ക നാച്ചുറാലിസ് രചിച്ചത് പ്ലിനിയാണ്. ഹിസ്റ്റോറിക്ക നാച്ചുറാലിസിൽ പ്രതിപാദിച്ചിരുന്ന കേരളത്തിലെ തുറമുഖം മുസിരിസും. കൊച്ചിയെക്കുറിച്ച് പെരുമാക്കന്മാരുടെ രാജ്യം എന്ന കൃതി രചിച്ചത് ഫ്രാൻസിസ് ഡേയുമാണ്. അപ്പൊ ഇതിനകത്ത് പ്ലിനിയുടെ കാര്യം ഒന്ന് ഓർക്കണം. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഹിസ്റ്റോറിക്ക നാച്ചുറാലിസ് രചിച്ചത് പ്ലിനിയും ഹിസ്റ്റോറിക്ക നാച്ചുറാലിസിൽ പ്രതിപാദിച്ചിരിക്കുന്ന കേരളത്തിലെ തുറമുഖം മുസിരിസുമാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മുടെ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത്
ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. മലയാള കൃതികൾ ഏതൊക്കെയാണ്, ഉണ്ണുനീലി സന്ദേശത്തെ പറ്റിയിട്ടും രാജാക്കന്മാരെ പറ്റിയിട്ടും ബാക്കി ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം പഠിക്കാൻ നേരമില്ലാത്തവർ അതൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് നോക്കിയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.